ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ പ്രതീക്ഷിക്കാം. നമ്മുടെ നിത്യേനയുള്ള കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട് ത്രൂ നടത്താനായിട്ട് സാധിക്കുമോ? അതായത് നമ്മുടെ ഗോളുകൾ, എല്ലാ ഗോളുകളും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഗോളുകളും മ്യൂച്വൽ ഫണ്ടിലൂടെ സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? അടുത്ത ഒരു പ്രധാന പ്രശ്നമാണ് എത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. അതായത് എത്ര മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എണ്ണം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിട്ടേണെ ബാധിക്കുമോ? എണ്ണം കൂടിക്കഴിഞ്ഞാൽ റിട്ടേൺ കുറയുമോ? ഈ ഒരു പ്രശ്നത്തിന് ഞാൻ എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതായത് കോമ്പൗണ്ടിങ് റിട്ടേൺ കൂടണമെങ്കിൽ നമ്മളത് മാക്സിമം ഹോൾഡ് ചെയ്തേ പറ്റൂ. അത് ഞാൻ അടുത്ത സെക്ഷനിൽ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഗ്രോത്ത് XIRR 15.69%. എന്താണ് ഇതിൻ്റെ അർത്ഥം? 15.69% റിട്ടേൺ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കിട്ടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓൺ ആൻ ആവറേജ് ആണ്. ഇത് ചിലപ്പോൾ 16 ആകും, 17 ആകും, 18 ആകും, അതുപോലെ തന്നെ താഴേക്കും വരും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇത് 12 ആകും, 11 ആകും, 10 ആകും, അങ്ങനെ കുറയുകയും ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര രൂപ ലഭിക്കും? ലാഭം എത്ര ലഭിക്കും? 15,000 സംതിങ് അല്ലേ? 15,000 കൂട്ടിക്കോ, 15,000 രൂപ ലാഭം ലഭിക്കും. എന്നാലല്ലേ XIRR 15% മുകളിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വിഡ്രോ ചെയ്യാൻ പറ്റും? ആ മുതൽ അവിടെ ഇട്ടു എന്ന് വിചാരിച്ചോളൂ. ലാഭം 15,000 രൂപയാണ്. 15,000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ മാസം എത്ര വിഡ്രോ ചെയ്യാം? 1000 മുകളിലല്ലേ? 12,000 രൂപയാണെങ്കിൽ മാസം 1000 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. എപ്പോഴും നമുക്ക് ഈ പറയുന്ന 15, 16, 17 കിട്ടണമെന്നില്ല. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ താഴേക്ക് പോകും. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും ഇത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 50, 100 ഒന്നും പോവില്ല. കാരണം ഇത് ഓൺ ആൻ ആവറേജ് കിട്ടുന്ന റിട്ടേൺ ആണ്. ഒരു വർഷം എന്തായാലും നമുക്ക് 100% റിട്ടേൺ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം എല്ലാ ഫണ്ടുകളിലും കൂടെ അത്രയും കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിധിയുണ്ട്. ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിൽക്കുക. നമുക്കിവിടെ 12% റിട്ടേൺ കിട്ടുന്നതെന്ന് കൂട്ടിക്കോളൂ. നിഫ്റ്റിയുടെ ലോങ് ടൈം പാസ്റ്റ് റിട്ടേൺ ആണ് 12%. അപ്പോൾ 12% കിട്ടുന്നതെങ്കിൽ 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം 12,000 രൂപ ലഭിക്കുകയും ഒരു മാസം 1000 രൂപ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. സൂപ്പർ അല്ലേ? ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ 12 കൂട്ടിയാൽ മതി. ചിലപ്പോൾ ഇത് മാർക്കറ്റ് ഭയങ്കര ബുള്ളിഷൊക്കെ ആകുമ്പോൾ 20ഉം 20ൻ്റെ മുകളിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറെ ഒരു മെത്തേഡ് കൂടി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇവിടെ ഈ വിൻഡോയിൽ കണ്ടോ, ഇക്വിറ്റി, ഡെപ്റ്റ്, ബാലൻസ്ഡ്, ലിക്വിഡ്, ഇങ്ങനെ 4 കാറ്റഗറി കാണാൻ പറ്റും. നമുക്ക് കർസർ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റിൽ 14.8% ബാലൻസ്ഡിൽ 8.9% ലിക്വിഡിൽ 5.9% ഇക്വിറ്റിയിൽ 70% നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇക്വിറ്റിയിൽ 70% ബാലൻസ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളിലുമാണ് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ അഗ്രസീവായിട്ട് നല്ല മുകളിലേക്ക് പോയി ഈ ഒരു XIRR 20%-ഒക്കെ മുകളിലേക്ക് പോയാൽ കുറച്ച് ക്യാഷ് ഡെപ്റ്റിലേക്കോ ലിക്വിഡിലേക്കോ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മളവിടെ റിസർവായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം അതിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ കുറവാണ്. പക്ഷേ റിസർവ് മണിയാണ്. ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇനി അതല്ല, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈ റിസർവ് മണി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് പോയി. നമ്മുടെ കയ്യിൽ ഡെപ്റ്റും ലിക്വിഡും ഉണ്ട് എന്ന് വിചാരിച്ചു. അതുപോലെ ബാലൻസ്ഡ് ഫണ്ടും ഉണ്ട് എന്ന് വിചാരിച്ചു. ഈ ലിക്വിഡ് ഫണ്ടും ഡെപ്റ്റ് ഫണ്ടും ഒന്നും തീരെ താഴേക്ക് പോകുന്നില്ല. ബാലൻസ്ഡ് ഫണ്ടായിരിക്കും കുറച്ച് പോവുക, എന്നാലും അത് ഭയങ്കരമായിട്ട് പോകുന്നില്ല. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. നമ്മുടെ ഈ 3 കാറ്റഗറിയിലുള്ള ഫണ്ടുകളും താഴേക്ക് പോകുന്നില്ല. ഇക്വിറ്റി ഫണ്ട് നല്ല രീതിയിൽ താഴേക്ക് പോകുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഈ ഡെപ്റ്റും ലിക്വിഡും ഒക്കെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ബാലൻസ്ഡും സ്വിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇക്വിറ്റിയിൽ നല്ലൊരു ലാഭം ഇത് വരികയും അത് തിരിച്ച് സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നത് ഒരു നല്ല മെത്തേഡാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് വലിയ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ മാർക്കറ്റിൽ ഇട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഇക്വിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം അത് വളരാനായിട്ട് കൊടുക്കുക. ചെറിയ എമൗണ്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കുന്നതുകൊണ്ടും തെറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ലേ? പ്രധാന ചോദ്യം ഇതായിരുന്നു, മാർക്കറ്റിൽ നിന്ന് എത്ര നമുക്ക് റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളത്. ഈ XIRR നോക്കിയിട്ട് ഇതനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത് ഒരു വർഷത്തെ റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ഈ സ്വിച്ചിങ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും മുകളിലാണ് അല്ലെങ്കിൽ ഏറ്റവും താഴെയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാനും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ഹൈയിലൊന്നും അല്ല. മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ പോലും കുറച്ച് റിസർവ് ഫണ്ടായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. എങ്ങാനും താഴേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കേട്ടോ. എന്നാൽ പോലും റിസർവായിട്ട് കുറച്ച് ഇരുന്നോട്ടെ. നമുക്കിപ്പോൾ അധികം ഗ്രീഡിയൊന്നുമില്ല. റിട്ടേൺ കുറവാണ് കിട്ടുന്നതെങ്കിലും താഴേക്ക് എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ലിക്വിഡിലും ഡെപ്റ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ എല്ലാ തരം നീഡ്സും ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളത്, അതിന് നമുക്ക് ഗോൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾ കൂടുമ്പോഴും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിന് അഗേൻസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഗോൾ എന്ന് പറയുന്നത് 1 കോടി 5 വർഷം കൊണ്ടാകുക എന്നുള്ളതാണ്. ഇത് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഗോളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. വേറെ ഒരു ഗോളും ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഒരു കാറ് വാങ്ങണം. അത് 1 കോടി ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ആ പഴയ കണക്കൊന്ന് നോക്കിയേ. 1 കോടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് 1% വെച്ചിട്ട് 12% കണക്കനുസരിച്ചിട്ട് 1,00,000 രൂപ നമുക്ക് റിട്ടേൺ ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിക്കോളൂ. ഓൺ ആൻ ആവറേജാണ്. ചില മാസം ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും, ചിലപ്പോൾ 1,50,000 ലക്ഷമായിരിക്കും, ചിലപ്പോൾ റിട്ടേൺ ഒന്നും ലഭിച്ചില്ല എന്നും വരാം. മാർക്കറ്റിൻ്റെ കയറ്റിറക്കം അനുസരിച്ചിട്ട് നെഗറ്റീവും താഴേക്കും വന്നേക്കാം. എന്നാലും ഓൺ ആൻ ആവറേജ് നമുക്ക് 12% റിട്ടേൺ വെച്ചിട്ട് നമുക്ക് 1,00,000 രൂപ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ആ 1,00,000 രൂപ ലഭിച്ചു കഴിയുമ്പോൾ അത് EMI ആയി വെച്ചിട്ട് ഒരു നല്ല EV വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പ്രൈമറി ഗോൾ എന്താണ്? ഈ 1 crore തന്നെയാണ്. അപ്പോൾ ഇത് ആഗ്രഹമാണ് കേട്ടോ. ഇപ്പം ഞാനവിടെ എത്തണം എന്നൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് ആ ആഗ്രഹം ഉള്ളത് കൊണ്ട് കുറേ ദൂരം നമ്മളെത്തും. ചിലപ്പോൾ അത് കഴിഞ്ഞും പോയേക്കാം. 1 crore ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് 2 ആകാനായിട്ട് വളരെ എളുപ്പമാണ്, 3 ആകാനായിട്ട് അതിലും എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ നീഡുകളും ഫുൾഫില്ല് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ അത് ഫുൾഫില്ല് ചെയ്യുമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ FD ഇടുന്ന ഒരാളാണ്. അപ്പോൾ FDക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു എന്ന് നോക്കുക. TDSും മറ്റുമൊക്കെ FDക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഫണ്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടുകളാണ് ഈ ലിക്വിഡ് ഫണ്ടുകൾ. ലിക്വിഡ് ഫണ്ട് ഒരു കുറേ തരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ FD ഇടുന്നയാൾക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ അവൈലബിൾ ആണ്, ലിക്വിഡ് ഫണ്ടുകൾ അവൈലബിൾ ആണ്, ഡെപ്റ്റ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. ഇനി പെട്ടെന്ന് ക്യാഷ് എടുക്കണം, അതായത് സേവിങ് ബാങ്കിലൊക്കെ ഇടുന്ന അവർക്കും ഫണ്ട് അവൈലബിൾ ആണ്. ഷോർട്ട് ടൈം ഫണ്ടുകൾ, അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകൾ, ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബാങ്കിൽ ക്യാഷ് ഇടുന്ന ആൾക്കാർക്കും, അതായത് സേവിങ് അക്കൗണ്ടിൽ ഇടുന്ന ആ ഫണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് വിഡ്രോ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും കേട്ടോ. ഒരുപാട് ദിവസത്തെ താമസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ എമർജൻസി ആയിട്ടുള്ള പൈസ നമ്മൾ വീട്ടിലൊക്കെ സൂക്ഷിക്കാറില്ലേ, അതേപോലെ കുറച്ച് പൈസ ബാങ്കിലും സൂക്ഷിക്കാം. ബാലൻസ് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും സൂക്ഷിക്കാം. FDക്ക് പകരമായിട്ട് നമ്മൾ ഡെപ്റ്റ് ഫണ്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ. FD ആണെങ്കിൽ ആ കാലാവധി എത്തിയാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പിന്നെ അടുത്ത് ഗോൾ ബേസ്ഡ് സെറ്റാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹൗസ് വാങ്ങുക, നിർമ്മിക്കുക, പിന്നെ ഈ പറയുന്ന കാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഗോളായിട്ട് സെറ്റ് ചെയ്ത് അതിനെ മ്യൂച്വൽ ഫണ്ട് ടാഗ് ചെയ്ത് അതിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടാകുകയും ചെയ്യും. മാത്രവുമല്ല ആ ഒരു സംഭവം വാങ്ങാനായിട്ട്
നമ്മൾ ഉദ്ദേശിച്ച അത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇതിൽ നിന്നൊരു റിട്ടേൺ ലഭിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എത്ര പൈസ അതിന് ആവശ്യമുണ്ടോ അത്രയും ക്യാഷ് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ നീഡ്സിനും മ്യൂച്വൽ ഫണ്ട് ഒരു സൊല്യൂഷനാണ്. ഇനി വേറെ ഒരു സംഭവമുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കെങ്കിലും ലോൺ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ലോൺ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ അതിൽ കൂടുതലൊക്കെ റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ലഭിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അതായത് മാർക്കറ്റിൻ്റെ സൈക്കിൾ അനുസരിച്ചിട്ട് മാർക്കറ്റ് വളരെ താഴ്ന്ന അവസ്ഥയിലാണ് നമുക്ക് റിട്ടേൺ കുറവായിരിക്കും ഉണ്ടാകുക. ആ സമയത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നത് ബുദ്ധിയല്ല. മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കര ഉയർന്ന ആണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ റിട്ടേൺ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ലാഭം എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, അതെടുക്കാം. ഇനി അല്ലാത്ത അവസ്ഥയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുന്ന അത്ര ബുദ്ധിയല്ല. ആ സമയത്ത് ഒരു 10% ഇൻട്രസ്റ്റിൽ ഏകദേശം കേട്ടോ, അപ്പോൾ നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ട് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ ലോൺ എടുക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു 2-3 ദിവസത്തെ താമസമുള്ളൂ, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തും. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് മ്യൂച്വൽ ഫണ്ട് വിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി അല്ലെങ്കിൽ ഒരു നീഡ് വന്നു, അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കത് ഫുൾഫില്ല് ചെയ്യാവുന്നതുമാണ്. മ്യൂച്വൽ ഫണ്ട് അങ്ങനെ വിൽക്കരുത് എന്ന് പറയാനുള്ളൊരു കാരണം നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ മന്ത്ലി ഒരു SIP 25,000 രൂപയാണ് എന്ന് വിചാരിച്ചോളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 5 വർഷം വെച്ചു നമ്മൾ കേട്ടോ. എക്സ്പെക്റ്റഡ് ആനുവൽ റിട്ടേൺ നമ്മളൊരു 12% വെച്ചു. കാൽക്കുലേറ്റ് കൊടുക്കാം. 5 വർഷമാകുമ്പോൾ 20 ലക്ഷത്തിന് മുകളിലാകുന്നുണ്ട്. ഇനി ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. ശ്രദ്ധ ഭയങ്കര ആവശ്യമുണ്ട്. SIP എമൗണ്ട് 25,000 ഒരു വർഷമാകുമ്പോൾ നമുക്ക് 3.2 ലക്ഷമാണ് ലഭിക്കുന്നത്. 2 വർഷമാകുമ്പോൾ അത് 6.8 ലക്ഷമാണ് ലഭിക്കുന്നത്. അവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 3 വർഷമാകുമ്പോൾ അത് 10.8 ലക്ഷമാണ് ലഭിക്കുന്നത്. 4 വർഷമാകുമ്പോൾ 15.3. ഇത് നോക്കിക്കേ, 10.8ഉം 15.3, അതായത് ഓൾമോസ്റ്റ് ഒരു 50% അല്ലേ ഒരു ഉയർച്ച നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ ഇതിലും 50% ഉയർച്ചയാണെങ്കിലും ആദ്യത്തെ വർഷം 3.2 ലക്ഷമാണ് ലഭിച്ചത്. അപ്പോൾ 10.8 ലക്ഷം പ്ലസ് 3.2 ലക്ഷം എന്ന് പറയുമ്പോൾ 14 ലക്ഷമാണ് ലഭിക്കേണ്ടത്. ആദ്യത്തെ വർഷം 3.2, അതായത് ഒരു വർഷം നമുക്ക് 3.2 നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അങ്ങനെയാകുമ്പോൾ ഈ 10.8 പ്ലസ് 3.2 എന്ന് പറയുമ്പോൾ 14 ലക്ഷമാണ്. പക്ഷേ നാലാമത്തെ വർഷം നമുക്ക് 15.3 ലക്ഷം ലഭിച്ചു. അഞ്ചാമത്തെ വർഷം 20.3 ലക്ഷം ലഭിച്ചു. അതായത് ക്ലിയർ ആയിട്ട് 5 ലക്ഷത്തിൻ്റെ ഒരു വർധനവ് ഇവിടെയുണ്ട്. 3.2 ലക്ഷം അല്ലേ ആദ്യത്തെ വർഷം നമുക്ക് ലഭിച്ചേ. അപ്പോൾ എല്ലാ വർഷവും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ വരേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, അത് കൂടുന്നുണ്ട്. ഇനി നമുക്ക് 8ാമത്തെ വർഷം 8, പിന്നെ 10, 12, നമുക്ക് അടുത്തടുത്തുള്ള 2 വർഷങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ 20, 21, 22 ഇവിടെ നോക്കൂ. 20ാമത്തെ വർഷം 2.3 crore 2 കോടിക്ക് മുകളിൽ പോയി അല്ലേ. 20ാമത്തെയാണ് ഓക്കെ, അത്രയും നാൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലാണത്. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ, 21ാമത്തെ വർഷം 2.6 crore. എത്ര ലക്ഷത്തിൻ്റെ വ്യത്യാസം അത്? ഇത് 2,30,00,000, ഇത് 2,60,00,000, അതായത് 30 ലക്ഷത്തിൻ്റെ വർധനവ്. നോക്കിവിടെ ആദ്യത്തെ വർഷം നമുക്ക് 3.2 ലക്ഷമാണ് ലഭിച്ചത്. 12 മാസം 3.2 ലക്ഷമാണ് ലഭിച്ചത്. അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇത് 20 വർഷം, പിന്നെ 21ാമത്തെ വർഷം, അതായത് 20 വർഷം കഴിഞ്ഞ് 12 മാസം കഴിയുമ്പോൾ നമുക്ക് 30 ലക്ഷത്തിൻ്റെ അധികം ലഭിക്കുന്നു. അതായത് 10 ഇരട്ടി അല്ലേ. 3.2ൻ്റെ 10 ഇരട്ടി. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇത് വലിയ മാജിക്കൊന്നുമല്ല, ശരിക്കും ഇത് വണ്ടർ തന്നെയാണ്. വേൾഡിലെ 8ാമത്തെ വണ്ടറാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ പറയുന്ന 3.2ഉം ഈ പറയുന്ന 6.8 ഈ ലക്ഷങ്ങളൊക്കെ അത് അവിടെ കിടന്ന് വളരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു റിട്ടേൺ ഇവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ 22ാമത്തെ വർഷവും 21ാമത്തെ വർഷവും ഒന്ന് താരതമ്യം ചെയ്തേ. 21 2.6 കോടി, 22 ആകുമ്പോഴത്തേനും 3 കോടി, 40 ലക്ഷത്തിൻ്റെ വർധനവ്. ഇവിടെ നമ്മൾ 30 ലക്ഷമാണ് കണ്ടതെങ്കിൽ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സമ്പത്ത് 40 ലക്ഷത്തിൻ്റെ ഒരു വർധനവ് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ 23ാമത്തെ വർഷവും 24ാമത്തെ വർഷവും നോക്കിക്കേ.
23-ാമത്തെ വർഷം 3.3 കോടി, 24-ാമത്തെ വർഷം 3.8 കോടി, 50 ലക്ഷത്തിൻ്റെ വർധനവ്. ഇനി 24-ഉം 25-ഉം നോക്കിക്കേ, 3.8-ഉം 4.3-ഉം ഇതും 50 ലക്ഷം തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതലുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൗണ്ട് ചെയ്ത് എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ, റൗണ്ട് ചെയ്ത് എഴുതുന്നതുകൊണ്ടാണ്. എന്നാലും ഉണ്ട്, ഇതും ഈ പറയുന്ന പോലെ തന്നെ 50 ലക്ഷത്തിൻ്റെ വർധനവ്. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 1/2 കോടിയാണ്. ഇനിയിപ്പോൾ ആ ഒരു വ്യത്യാസം കാണണമെങ്കിൽ 26-ാമത്തെ വർഷവും 27-ാമത്തെ വർഷവും നോക്കുക. 26 4.8 കോടി, 27-ാമത്തെ വർഷം 5.4 കോടി. അപ്പോൾ അവിടെ 60 ലക്ഷത്തിൻ്റെ വളർച്ച നമ്മൾ കണ്ടു. ഇനി 27, 28 നോക്കാം. 6.1 കോടിയായിട്ടുണ്ട് 5.4 കോടിയിൽ നിന്ന്. അപ്പോൾ 70 ലക്ഷത്തിൻ്റെ വളർച്ച ഒറ്റ വർഷം. ഇനി 29-ാമത്തെ വർഷം 6.8 കോടി, 30-ാമത്തെ വർഷം 7.7 കോടി. അതായത് 90 ലക്ഷത്തിൻ്റെ വളർച്ച. ഇനിയിപ്പോൾ 31 ഇതിൽ കൊടുത്തിട്ടില്ല. 31 അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് അങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും 1 കോടിയുടെ വളർച്ചയൊക്കെ നമുക്ക് ലഭിക്കും. നമ്മുടെ SIP 25,000 രൂപയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഈ കാണാം, നമുക്ക് SIP ഫിഗറുകൾ കാണാം. അപ്പോൾ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. താൽക്കാലികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇപ്പോൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കണം, ശരിയാണ്. ക്യാഷ് ആവശ്യത്തിനാണല്ലോ. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം. എന്നാൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇത് വളരാനായിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് കാണാവുന്നതാണ്. നമ്മുടെ പൈസ വളരെ ഫാസ്റ്റായിട്ട് വളരുന്നതാണ്. 3.2 ലക്ഷം രൂപയിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ 90 ലക്ഷത്തിൻ്റെ വളർച്ച വരെ കണ്ടു. സെയിം പീരീഡാണെന്ന് ഓർക്കണം, 1 വർഷത്തെ ഡിഫറൻസ് വെച്ചിട്ട്. അത് കുറച്ച് കഴിയുമ്പോൾ 1 കോടിയുടെയും കാണാം. പക്ഷേ ഈ പറയുന്ന 30 വർഷമൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഹോൾഡ് ചെയ്യാമല്ലോ. ഇപ്പോൾ എല്ലാം ഹോൾഡ് ചെയ്യണമെന്നല്ല, നമ്മൾ ഓരോ ഗോളിനും ലക്ഷ്യത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രോസസ്സ് മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ലഭിക്കുന്ന ഇൻകം ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മുടെ ലക്ഷ്യം ഒരു കാറ് വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാറ് വാങ്ങാൻ ഉദ്ദേശിച്ച ആ സമയത്ത് മാർക്കറ്റ് സഡനായിട്ട് താഴേക്ക് പോയി എന്ന് വിചാരിച്ചു. അതായത് നല്ല രീതിയിൽ പോയി. ഈ കഴിഞ്ഞ ഒരു ക്രാഷൊക്കെ വന്നില്ലേ, 10-15% താഴെ പോയ ക്രാഷ് വന്നില്ല, അതേപോലെ താഴേക്ക് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമ്മുടെ ആ തീരുമാനം 1 വർഷത്തേക്കോ മറ്റോ ഒന്ന് മാറ്റി വെക്കാം. 1 വർഷമല്ല, മാർക്കറ്റ് തിരിച്ച് കയറുന്ന ആ സമയം. അത് സാധാരണ അത് 1 വർഷമൊന്നും ആവശ്യമില്ല. പാസ്റ്റ് കറക്ഷൻ നോക്കുമ്പോൾ അതിന് ഉള്ളിൽ തന്നെ മിക്ക കറക്ഷനിലും മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എന്തായാലും ഇപ്പം ഞാനിത് വിറ്റ് മേടിക്കുന്നില്ല, ഞാൻ കുറച്ച് ഹോൾഡ് ചെയ്യുന്നു. എൻ്റെ ഒരു തീരുമാനം 6 മാസത്തേക്കോ 8 മാസത്തേക്കോ ഈവൻ വേണമെങ്കിൽ 1 വർഷത്തേക്കോ ഞാൻ നീട്ടി വെക്കുന്നു. അങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോഴത്തേനും നല്ല രീതിയിൽ നമ്മൾ ആദ്യം മേടിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാളും ചിലപ്പോൾ കൂടിയ വണ്ടി മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ് നമ്മളിവിടെ ചെയ്യണം. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് വിൽക്കാതിരിക്കാനും അന്നേരം എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ചില കോംപ്രമൈസുകളുണ്ട്. എന്നാൽ ബാങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കോംപ്രമൈസിൻ്റെ ആവശ്യമൊന്നുമില്ല, എടുക്കുക മേടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ വേറെ ഒരു കാര്യമുണ്ട്, ബാങ്ക് നമുക്ക് ഇത്ര റിട്ടേൺ തരുന്നില്ലല്ലോ. അപ്പോൾ ബാങ്കിൽ ഇട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പം ഈ വളർച്ച എന്തായാലും ബാങ്കിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ലാത്തത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടുതൽ നല്ലത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ ബാങ്കിലെ അത് അത്രയും വളർച്ചയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാറെന്ന് പറയുന്നത് ചെറിയൊരു കാർ ആയിരിക്കും. വലിയൊരു ഇത് മേടിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ നമ്മൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടി ചിലപ്പോൾ മേടിക്കാൻ സാധിച്ചേക്കും. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടിയില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ടല്ലേ. അതായത് എൻ്റെ ഒരു സ്ട്രാറ്റജി, എൻ്റെ ഒരു ടെക്നിക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു 63 മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മനഃപൂർവ്വം ഹോൾഡ് ചെയ്തതല്ല. നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഈ റിസർച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എണ്ണം കൂടിയത്. അല്ലാതെ ഇത് എണ്ണം കൂട്ടണമെന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും പല മ്യൂച്വൽ ഫണ്ടുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തതല്ല. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് പെർഫോം ചെയ്ത ഒരു മ്യൂച്വൽ ഫണ്ട് അടുത്ത വർഷം പെർഫോം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ കുറവായിരിക്കും. അത് ഇപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല.
മനുഷ്യൻ്റെ കാര്യത്തിൽ തന്നെ ഗ്യാരണ്ടി ഇല്ല, പിന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ. പെർഫോമൻസ് കുറയുമെന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഇച്ചിരി കുറയും, ചിലപ്പോൾ കൂടും, അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് കാരണം വേറെയും പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫണ്ട് ഹൗസിൽ മ്യൂച്വൽ ഫണ്ടെല്ലാം മാനേജ് ചെയ്യുന്നത് ഫണ്ട് മാനേജറാണ്, അറിയാലോ അല്ലേ? അവർ തമ്മിൽ കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ HDFCയുടെ ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ആൾക്കാർ വെറുതെ ഇരിക്കില്ല. അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് അതിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ടാറ്റാക്കാരും അപ്പോൾ വെറുതെ ഇരിക്കില്ല. അവർ അവരുടേതായ പണിയെടുക്കും. DSPക്കാർ അവരുടേതായിട്ടുള്ള പണിയെടുക്കും. എഡൽവൈസുകാർ അവരുടേതായിട്ടുള്ള എടുക്കും. കാനറ റോബേക്കോ അവരുടെ പണിയെടുക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു മത്സരം വരുമ്പോൾ ഈ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയ ഫണ്ടായിരിക്കില്ല അടുത്ത വർഷം കിട്ടുക. പിന്നെ അത് തീമിൻ്റെ ഒരു ഇതും കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിഫൻസ് സെക്ടറൊക്കെ നല്ല രീതിയിൽ കയറുന്നു. ഇനി ടെലികോം മേഖലയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് വരുന്നതെങ്കിൽ ആ സെക്ടറായിരിക്കും കയറുക. ഇനി ഫാർമയിലാണ് വരുന്നതെങ്കിൽ ആ സെക്ടറായിരിക്കും കയറുക. ഇനി ഓട്ടോമൊബൈൽ EV അങ്ങനെയുള്ള സെഗ്മെൻറ്റിലാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് വരുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ കയറുക. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നല്ല നല്ല ഫണ്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ഫണ്ട് കിട്ടുമ്പോൾ വാട്സപ്പിൽ കൂടെയൊക്കെ അവരെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും മെസ്സേജ് ലഭിച്ചിട്ടുണ്ടാവാം. അത് ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നല്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്റ്റഡി ചെയ്ത് നല്ലൊരു ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഫണ്ടിൻ്റെ എണ്ണം കൂടുന്നത്. അതുകൊണ്ട് റിട്ടേണിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 15.69% XIRR ഈ സമയത്ത് മാർക്കറ്റ് ഇപ്പോഴും ഹൈ പോയിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് വളരെ നല്ല റിട്ടേണാണ്. മാർക്കറ്റ് ഹൈ പോകുമ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഒരു നല്ല ഭാഗം റിട്ടേൺ വളരെ കുറഞ്ഞ ഫണ്ടുകളിലാണ് ഇട്ടേക്കുന്നത്. അതായത് 7%, 8% ഒക്കെ അതിൻ്റെ റിട്ടേൺ കിട്ടും. എന്നാൽ അവിടെ വലിയ റിസ്ക് ഒന്നുമില്ല, റിട്ടേൺ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളും ഹോൾഡ് ചെയ്യുമ്പോൾ ഈ റിട്ടേൺ എന്ന് പറയുന്നത് നല്ല റിട്ടേണാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്, അതൊരിക്കലും മനഃപൂർവ്വം അങ്ങനെ വന്നതല്ല, അതങ്ങനെ ആയിപ്പോയതാണ്. അപ്പം അതാണ് അതിനുള്ള കാരണം കേട്ടോ. ഇപ്പോൾ അതിലൊരു ഉത്തരം കിട്ടിയില്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് എടുക്കാം. ഇനി എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരേപോലെ പെർഫോം ചെയ്യില്ല. എന്നാൽ ചില മ്യൂച്വൽ ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അങ്ങനെയുള്ള നല്ല ഫണ്ടുകൾ എടുക്കും. ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒട്ടുമിക്ക ഫണ്ടുകളും എനിക്ക് തോന്നുന്നു ഒരു 90% ഫണ്ടുകൾ നല്ല ഫണ്ടുകളാണ്. 10% പ്രശ്നമുണ്ട്, ശരിയാണ്. പക്ഷേ 90% നല്ല ഫണ്ടുകളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു നല്ല പുതിയ ഒരു ഫണ്ട് കണ്ടു. ഇപ്പം ഞാൻ ലാസ്റ്റ് കണ്ട ഒരു ഫണ്ടാണ് ഇൻവെസ്കോയുടെ മിഡ് ക്യാപ്പ് ഫണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലംസം എമൗണ്ട്, ലംസം എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 1 ലക്ഷമൊക്കെയാണ് മാക്സിമം കേട്ടോ. 50,000, 1 ലക്ഷം അതൊക്കെയാണ് എൻ്റെ മാക്സിമം. അപ്പോൾ ഞാൻ ആ ഒരു ക്യാഷ് ആ ഒരു ഫണ്ടിലേക്ക് വൺ ടൈം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് പരിപാടി. ഇനി ഈ ഫണ്ട് താഴേക്ക് പോവുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഫണ്ടും താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെ താഴേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അതിൽ ഡെയിലി SIP സ്റ്റാർട്ട് ചെയ്യും. ഡെയിലി SIP 200 രൂപ അല്ലെ 500 രൂപ അങ്ങനെ. ഈ ഫണ്ട് ലാഭത്തിലാകുന്നവരെ ഈ SIP കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ താഴേക്ക് പോയാൽ ഇടയ്ക്ക് ഒരു 5,000 രൂപ, 10,000 രൂപ അങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മളിത് മുന്നോട്ടിങ്ങനെ പോവുകയാണല്ലോ. കുറേ നാൾ കഴിയുമ്പോൾ മാർക്കറ്റ് കുറച്ച് കയറുമ്പോൾ തന്നെ ഈ ഫണ്ട് ലാഭത്തിലേക്ക് വരും. കാരണം നമ്മൾ ആവറേജ് ചെയ്യുന്നുള്ളതുകൊണ്ട്. ഡെയിലി SIP കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്ലാൻ B ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് എൻ്റെ ഒരു പ്ലാനാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന പ്ലാനാണ്. പക്ഷേ ഫണ്ടിനൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ ഞാൻ പ്ലാൻ B ആണ് ചെയ്യുന്നത്. പ്ലാൻ B നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. എന്തായാലും പ്ലാൻ Bയിലേക്ക് വരാം. പ്ലാൻ A ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പം ഇത് ലാഭത്തിൽ വരും. ഇത് ലാഭത്തിൽ വന്ന് അത്യാവശ്യം ഒരു ലാഭം 4-5% അല്ലെങ്കിൽ 7-8% ലാഭമായി കഴിയുമ്പോൾ ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി SIP സ്റ്റോപ്പ് ചെയ്യും. കഴിഞ്ഞു. അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ആ ഫണ്ട് അവിടെ വിടുകയാണ്. ഇനി അതിൽ ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, അത് വിട്ടു. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ വേറെ ഫണ്ട് കിട്ടിയാൽ വേറെ ഫണ്ട് കിട്ടും. സാധാരണഗതിയിൽ ഒരു മാസം 1-2 ഫണ്ടുകൾ എങ്ങനെയായാലും കിട്ടാറുണ്ട്. അപ്പം കിട്ടിയാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ ജേർണി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആവറേജ് ബൈ പ്രൈസ് കൂടാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
പക്ഷേ എസ് ഐ പി ഒന്നും ഇതിനെ ബാധിക്കില്ല കേട്ടോ. എസ് ഐ പി എന്തായാലും നമുക്ക് വേണം. നമുക്കൊരു ബേസ് എസ് ഐ പി വേണം. ഇത് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ കൺഫ്യൂഷൻ ആകരുത്. എസ് ഐ പി നമ്മൾ നിലവിൽ ഏതാണോ എസ് ഐ പി അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. കാരണം എസ് ഐ പി ഒക്കെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലെ വെൽത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് എസ് ഐ പിയിലൊന്നും കയറി ഇങ്ങനെ കളിക്കരുത്. നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ എനിക്ക് എസ് ഐ പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 20,000 രൂപയാണ് എന്ന് വിചാരിച്ചോളൂ. മന്ത്ലി 20,000 രൂപയാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ 15,000 രൂപയുടെ എസ് ഐ പി ആയിരിക്കും ചെയ്യുക. 5,000 രൂപ ഞാൻ മാറ്റും. അത് ഒന്നെങ്കിൽ ഡെപ്റ്റിലിടാം, ലിക്വിഡ് മണി മാർക്കറ്റ് ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ നമുക്ക് ഇടാം. അല്ലെങ്കിൽ നല്ല ഫണ്ടുകൾ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇത് എപ്പോഴും സെർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഫണ്ടുകൾ കിട്ടും. അപ്പോൾ നല്ല ഫണ്ടുകൾ കിട്ടുമ്പോൾ ഈ പറയുന്ന 5,000 രൂപ ഞാൻ ആ ഫണ്ടിലേക്ക് ഇടും. അതായത് എസ് ഐ പി നമ്മൾ 20,000 രൂപയാണ് ഉദ്ദേശിച്ചതെങ്കിലും 15 രൂപ നമ്മൾ എസ് ഐ പി ഇടുകയും 5,000 രൂപ നമ്മൾ മറ്റ് ഫണ്ടുകളിൽ ഇടുകയും ചെയ്യും. അത് നിലവിൽ അപ്പോൾ 20,000 രൂപ തന്നെ മാർക്കറ്റിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാവരും ചെയ്യണമെന്നില്ല. ഇപ്പോൾ ജോലിയും മറ്റുമൊക്കെ ചെയ്യുന്നവർ ഒരുപാട് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു എസ് ഐ പി സെറ്റ് ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കോട്ടെ. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഓവർ അതിൽ പണിയെടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് നമ്മുടെ പിടിയിൽ നിൽക്കില്ല. നമുക്കൊരിക്കലും അത് വൈസായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമുക്ക് ടെൻഷനാകും. ടെൻഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും, നമ്മൾ പൈസ ഇവിടെ പിടിച്ചു വെച്ചേക്കുക, അത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ടെൻഷനാകും, ഡെസ്പാവും. അതുകൊണ്ട് ഒരു കാരണവശാലും വർക്കിംഗ് പ്രൊഫഷണൽസും പിന്നെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതിലധികം ഇൻവോൾവ് ആകാതിരിക്കുന്നവരും ഇത് ചെയ്യരുത്. ഞാൻ ഇതിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ സമയമൊക്കെ ഉള്ളപ്പോൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടിയല്ലോ. അല്ലാതെ എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ അല്ല, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് എല്ലാ മാസവും നമ്മൾ അയക്കുന്നത് നല്ല ഫണ്ടുകളും അതും അയക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ചെയ്യാം, വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മളത് റിസർച്ച് ചെയ്ത് എടുത്തിട്ടാണല്ലോ അയക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്ലാൻ ബി. പ്ലാൻ ബി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പ്ലാൻ എ ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്ലാൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മന്ത്ലി എസ് ഐ പി അങ്ങനെ പോയിക്കോട്ടെ. നമ്മളിവിടെ ഒന്നും നമ്മുടെ മന്ത്ലി എസ് ഐ പിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം അത് ഡിസ്റ്റർബ് ചെയ്താൽ പിന്നീട് നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ആ സംഭവം അവിടെ പോയിക്കോട്ടെ. അല്ലാതെ ഡെയിലി എസ് ഐ പി ചെയ്യുക. ഇപ്പോൾ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടു, എനിക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡെയിലി എസ് ഐ പി ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി 500 രൂപ പോന്നു. എൻ്റെ ഉദ്ദേശം ആ മ്യൂച്വൽ ഫണ്ടിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 500 ഇൻറ്റു എത്ര രൂപ പോകണം, അതിൽ എത്ര പ്രാവശ്യം പോകണം? 100 പ്രാവശ്യം പോകണം അല്ലേ? അപ്പോൾ 50,000 ആവും. അപ്പോൾ ഞാൻ ഡെയിലി എസ് ഐ പി 100, നമുക്ക് നമ്പറും സെറ്റ് ചെയ്യാൻ പറ്റും. നമ്പറും സെറ്റ് ചെയ്ത്, നമ്പർ ഡെയിലി എസ് ഐ പിയിൽ പറ്റില്ല എന്ന് തോന്നുന്നു, എസ് ടി പിയിലാണ് പറ്റുക. ഓക്കെ, എന്തായാലും അവിടെ നിൽക്കട്ടെ. എസ് ടി പി നമ്മൾ വീഡിയോ വിശദമായിട്ട് ചെയ്തതാണ്. ആ നിലവിൽ ആ ഒരു സംഭവം പോകുന്നുമുണ്ട്. അത് ഈ പറയുന്ന 50,000 രൂപയാണ് അല്ലേ? 500 രൂപ വെച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ 100 ആയിട്ട് ഞാൻ ആ സെറ്റ് ചെയ്ത് കാണിച്ചാണ്. പക്ഷേ അല്ലാത്തതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഇത് കണക്ക് മതി. അതായത് 50,000 രൂപയാകുമ്പോൾ നമ്മൾ നിർത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഈ ഡെയിലി എസ് ഐ പി 500 രൂപ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. 50,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്ന ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 50,000 രൂപയാകുകയും പിന്നെ അതിൻ്റെ റിട്ടേണും ഉണ്ടാവുമല്ലോ. ആ റിട്ടേണും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് ഈ 50,000 രൂപയാകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ അന്നേരം റിട്ടേണൊക്കെ വെച്ചിട്ട് അത് ചിലപ്പോൾ 55,000 ആയി കാണും. ഓക്കെ, എന്തായാലും 50,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഡെയിലി എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യുന്നു, നിർത്തി. ഇനി അതിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്, ഫുള്ളി സ്റ്റോപ്പ്. അപ്പോഴത്തേനും നമുക്ക് വേറെ ഫണ്ട് വന്നു കഴിഞ്ഞു, നമ്മൾ ആ ഫണ്ടിൽ ഇത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇത് എസ് ഐ പി പോലെയുള്ള ലംസം. നമ്മൾ ലംസമാണ് ഇവിടെ 50,000 ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അത് ഒറ്റയടിക്ക് ചെയ്തില്ല, നമ്മൾ 100 ദിവസമായിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ആവറേജ് ഇത് കിട്ടുകയും ചെയ്യും. എന്നാൽ 50,000 രൂപയായപ്പം ഈ സാധനം ലംസം പോലെ നമ്മളവിടെ ഹോൾഡ് ചെയ്തു, പിന്നെ വളരാൻ വിട്ടു. അപ്പോൾ അതിൻ്റെ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ഈ 50,000 രൂപയായപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഹോൾഡ് ചെയ്തു എന്ന് വിചാരിച്ചു. നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ 12% തന്നെ കൂട്ടാം. ഒരു വർഷം ഈ 50,000 രൂപ നടന്നു. ഇപ്പോൾ 50 ആയി. ഇനി നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ആ ഫണ്ട് നിർത്തി. പിന്നെ അടുത്ത ഫണ്ടിലേക്കാണ് നമ്മൾ കയറുക. അപ്പോൾ ഇതൊക്കെ ഓരോ ഗോളിന് വേണ്ടിയിട്ടിടാം. അപ്പോൾ ഒരു വർഷമായപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗെയിൻ എത്രയാണ്? 6,341.
അപ്പോൾ നമ്മുടെ മൊത്തം എമൗണ്ട് 56,341 ഓക്കെ. 6,341 ഓർത്തിരുന്നു. രണ്ടാമത്തെ വർഷത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് 13,486. അതായത് നമ്മുടെ മൊത്തം എമൗണ്ട് 63,486 ഇതിപ്പോൾ ഈ ഒരു ഒറ്റ ഫണ്ടിൻ്റെ കാര്യമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ വർഷത്തിലേക്ക് പോന്നു. അത് 71,500 മാറി. ഇനി നമ്മൾ ഇത് SIP അല്ല കേട്ടോ, നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത് 50,000 നിർത്തി. അപ്പോൾ SIP അല്ല, വേറെ പൈസകളൊന്നും ഇടുന്നില്ല, നമ്മൾ സിംപ്ലി ഹോൾഡ് ചെയ്യുകയാണത്. പിന്നെ നമ്മൾ നാലാമത്തെ വർഷത്തിലേക്ക് പോന്നു. 3, 4 80,000 80,600. ഇനി അഞ്ചാമത്തെ വർഷത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അത് 1,00,000 5 6 അല്ലേ? ഓക്കെ. അഞ്ചാമത്തെ വർഷം ഓക്കെ. അഞ്ചാമത്തെ വർഷം ആകുമ്പോൾ അത് 90. 80,500 അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പം 10,000 രൂപയുടെ ഒരു വർധനവ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 10,000 രൂപയുടെ വർധന. അപ്പോൾ ഈ ചില സമയത്ത് ഈ റിട്ടേൺ എന്ന് പറയുന്നത് 14, 15, 16, 20 ഒക്കെ ആയിട്ട് മാറാനും സാധ്യതയുണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച്. അതേപോലെ താഴേക്കും പോവാം. പക്ഷേ താഴേക്ക് പോകുന്ന മാർക്കറ്റ് നമ്മൾ കണ്ടല്ലേ, തിരിച്ച് കയറുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കയറും. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ സിംപിളി ഹോൾഡ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല റിട്ടേണിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് വിറ്റ് നമ്മുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. അതിനാണെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആണെങ്കിൽ അനക്കരുത്, പക്ഷേ നമുക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് നടത്തുകയും ചെയ്യാം. അപ്പോൾ 5 എന്നുള്ള ഇനി 6 വരുമ്പോഴത്തേനും നമുക്ക് 10,000 രൂപയുടെ നേട്ടം വീണ്ടും അവിടെ വന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു വർഷം കൊണ്ട് ഇവിടെ 10,000 രൂപയുടെ നേട്ടം വന്നു അല്ലേ? 50,000 ആണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാജിക്ക് വീണ്ടും കാണിച്ചത് 7 വർഷമാകുമ്പം 1,00,000 എന്നുള്ള 1,15 അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഗെയിൻ എന്ന് പറയുന്നത് 15,000 രൂപയുടെ ഗെയിൻ കിട്ടി. ഇപ്പോൾ 1,15 അല്ലേ? ഇനി 8 വർഷം നമുക്ക് നോക്കാം. 8 വർഷം ആകുമ്പോൾ നമുക്ക് 15,000 രൂപയുടെ ഗെയിൻ കിട്ടി. അത് 1,30. 9 വർഷം നോക്കാം. 16,000 രൂപയുടെ ഗെയിൻ കിട്ടി. ഇത് കൂടുന്ന കണ്ടില്ലേ? നമ്മൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, അത് സിംപ്ലി ഹോൾഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 16,000 രൂപയുടെ ഗെയിൻ കിട്ടി. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി ആയി കേട്ടോ. 1,46. 10ാമത്തെ വർഷം 1,65. 46ഉം 65ഉം ഏതാണ്ട് 19,000 രൂപയുടെ അല്ലേ, 20,000 രൂപയുടെ കൂട്ടാം, റൗണ്ട് ചെയ്തിട്ട് 20,000 രൂപയുടെ ഒരു ഗെയിൻ കിട്ടി. 11ാമത്തെ വർഷം നോക്കൂ, 1,86. നേരത്തെ എത്രയായിരുന്നു? 1,65. ഇപ്പോൾ 21,000 രൂപയുടെ അല്ലേ, 86 വരുമ്പോൾ 21,000 രൂപയുടെ ഗെയിൻ കിട്ടി. അതായത് ഒരു വർഷം. 11 വർഷം നമ്മൾ ഹോൾഡ് ചെയ്തു. 12ാമത്തെ വർഷം ആകുമ്പോൾ 2,10. അപ്പോൾ 86ഉം 2,10. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 24,000 രൂപയുടെ ഗെയിൻ കിട്ടി. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 50,000 ആണ്. ഇത് മുകളിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് 50% ആണ് ഗെയിൻ കിട്ടുന്നത്. 50,000 ഇൻവെസ്റ്റ് ചെയ്തു, 25,000 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 50% അല്ലേ. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഹോൾഡ് ചെയ്യണം. 13ാമത്തെ വർഷം 2,36. 12 എത്രയായിരുന്നു? 2,10. 13 ആകുമ്പോൾ 36. അതായത് 26,000 രൂപയുടെ ഗെയിൻ. ഇനി 66,000 ആകുമ്പോഴത്തേനും 30,000 രൂപയുടെ ഗെയിന്. ഇനി 3 ലക്ഷം. അപ്പോൾ ഈ 3 ലക്ഷം വരുമ്പോൾ നേരത്തെ എത്രയായിരുന്നു? 66ഉം 3 ലക്ഷം, 33,000 രൂപയുടെ ഗെയിന്. അതായത് നമുക്ക് ആ വർഷമൊക്കെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% മറ്റോ ആയിരിക്കും ഏകദേശം. ഇനി നമുക്ക് 16ാമത്തെ വർഷം പോകുമ്പോഴത്തേനും നോക്കൂ, 3,38. 3 ആയിരുന്നില്ലേ? 3,38. ഇപ്പോൾ 38,000 രൂപയുടെ ഗെയിന്. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 38,000 രൂപയുടെ ഗെയിന്. അടിപൊളിയല്ലേ? ഇത് 100% ഗെയിനിലേക്ക് പോകും. അതൊക്കെയാണ് ഇതിൻ്റെ മാജിക്ക്. 17, 3,81. ഓക്കെ. 3,38ഉം 3,81 ഏകദേശം 50,000 രൂപ അല്ലേ? അതായത് 50 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. 16 വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമുക്ക് ആ 50 തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 50 അടുത്ത് കേട്ടോ. അടുത്ത 19ലേക്ക് പോവാം. 18, 4,29 19, 4,83 കിട്ടിയില്ലേ? 50,000 മുകളിൽ വന്നു. ആ വർഷം തൊട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 100%. നമ്മളിവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 12% കൊടുത്തത് അല്ലേ. ഇത് കുറേ നാൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ 100%. അതായത് നമ്മുടെ മുതൽ ഇതാണ്. അപ്പം അങ്ങനെ അത്രയും തന്നെ കിട്ടുന്നുണ്ടാവും. പിന്നെ അതിൽ കൂടുതലും കിട്ടുന്നുണ്ടാകും കേട്ടോ. പിന്നെ മുന്നോട്ട് പോവാം. ഇപ്പോഴും ഓർക്കുക, SIP അല്ല ഇത്. ആ 50,000 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അനക്കാതെ ഇട്ടേക്കുക. 21ാമത്തെ വർഷം 6,14 അല്ലേ.
20ാമത്തെ വർഷം 5.45 21ാമത്തെ വർഷം 6.14. ഇപ്പോൾ എത്രയായി? 50ഉം 60 69,000 രൂപയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ കഴിഞ്ഞ് കൂടുതൽ പൈസ എല്ലാ വർഷവും പിന്നെ കിട്ടാനായിട്ട് തുടങ്ങും. അതങ്ങനെ കൂടിക്കൊണ്ട് പോകും. അപ്പോൾ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ചെയ്യുന്നത്. അതായത് SIP പോലെ ഇൻവെസ്റ്റ് ചെയ്ത് ലംസമാക്കിയിട്ട് അതവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. സൈമൾട്ടേനിയസ്ലി മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ആ ഒരു പ്ലാൻ ബി. ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഈവൻ 100 രൂപയ്ക്ക് വരെ നമുക്ക് ഡെയിലി SIP ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ആർക്കും ചെയ്തുകൂടെ? അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഞാൻ കുത്തിത്തിരികിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും നമ്മൾ ബുദ്ധി കൊണ്ടുള്ള ഒരു കളിയാണല്ലേ. അപ്പം ഇത് വീഡിയോ കാണുന്നവർക്ക് ഒരിക്കലും ഒരു സമയം നഷ്ടപ്പെടാതിരിക്കട്ടെ. നല്ല നല്ല ഐഡിയകൾ നിങ്ങൾക്ക് ഇതുവഴി ഇപ്പം ഈ ഒരു ഐഡിയ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അല്ലേ. ഇത് കേൾക്കുമ്പോൾ ഇത് ക്യാപ്ചർ ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിലും നല്ല ഐഡിയ തോന്നിയേക്കാം. അൾട്ടിമേറ്റ്ലി നമ്മുടെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകണം, നമ്മുടെ സമ്പത്ത് വളരണം, എല്ലാവർക്കും നല്ലത് ലഭിക്കണം. അപ്പം ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ഈ ചിന്തിച്ചാലുള്ള ഗുണമുണ്ടല്ലോ, വീണ്ടും വീഡിയോ ലെങ്തി ആകും, എന്നാലും ഞാൻ ചെറുതായിട്ട് പറയാം. അതൊക്കെ പിന്നീട് നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഒരിക്കലും ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെയുള്ള ഐഡിയകൾ തെളിഞ്ഞു വരില്ലല്ലോ, തോന്നിയല്ലോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ ചിന്തിക്കും തോറും സൊല്യൂഷൻസ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. മനുഷ്യൻ മാത്രമല്ലോ ഭൂമിയിൽ ജീവിവർഗം. എന്നിട്ട് അവരുടെയൊക്കെ മുകളിൽ, അതായത് ഡെവലപ്പായിട്ട് മനുഷ്യൻ നിൽക്കാനുള്ള കാരണം മനുഷ്യൻ ചിന്തിക്കുന്നുകൊണ്ടാണ്. ചിന്തിച്ചാൽ മാത്രമേ പുതിയ വഴി വരുള്ളൂ. ഒരിക്കലും ചിന്തിച്ചില്ലെങ്കിൽ പുതിയ വഴി തെളിഞ്ഞു വരില്ല. ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടണം. സ്കൂളിൽ പിള്ളേരാണെന്ന് വിചാരിക്കും. പിള്ളേർ കണക്ക് കൂട്ടുകയാണ്. മാത്സ് ടീച്ചർ ഹോംവർക്ക് ഇട്ട് കൊടുത്തു. അവരാദ്യം കയ്യിലും കാലിലും ഒക്കെ കൂട്ടും. പിന്നെ പേരൻറ്റിനോട് ചോദിക്കും കിട്ടുമോ ഇല്ലയോ എന്ന്. പേരൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന ഐഡിയകളാണ്. അപ്പോൾ പേരൻറ്റിനോട് ചോദിച്ചു, കിട്ടിയാൽ വീണ്ടും അവർ ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ അടുത്തത് ഫോൺ എടുക്കും. ഫോണിലെ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ കൂട്ടി നോക്കും. അതിനും കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ജെമിനിയും ആപ്പിളിൻ്റെ സിറി എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി ഇങ്ങനെ ഹോംവർക്ക് ചെയ്യാനായിട്ട് പുള്ളിക്ക് കൊടുത്തു വിട്ടു. പുള്ളി വളരെ വളരെ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്തിട്ട് അച്ഛനെ കാണിക്കുക, അച്ഛൻ ഇത് ശരിയാണോ എന്ന്. അച്ഛൻ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ ഇവൻ ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ശീലമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളി ഇച്ചിരി തപ്പിയൊക്കെ കളിച്ചാണ് ചെയ്യുന്നത്. കാരണം ഹോംവർക്ക് നമുക്കറിയാമല്ലോ, കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അവരത് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി വളരെ ഈസി ആയിട്ട് ഒരു മുറിയിലേക്ക് പോകുന്നു, വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അതിലെന്തോ ടെക്നിക്ക് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതായത് അച്ഛന് മനസ്സിലായി. അച്ഛൻ മകൻ പോയ പുറകെ ഒളിച്ച് നിന്ന് ആ മുറിയുടെ ഒളിച്ച് നിന്ന് കേട്ടു. അപ്പോൾ പുള്ളി ഒരു ഫോൺ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ അധികം ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ആപ്പിളിൻ്റെ ഫോൺ എടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് സിറിനോട് ചോദിക്കുക, ഏയ് സിറി എന്ന് ചോദിച്ചിട്ട് ആ കണക്ക് സിറിനോട് ചോദിക്കുന്നു. സിറി അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. പുള്ളി ഉത്തരം എഴുതിയിട്ട് തിരിച്ചു വന്നിട്ട് അച്ഛാ ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കൊച്ച് ചിന്തിച്ചുകൊണ്ടാണല്ലേ പുതിയ വഴി കിട്ടിയത്. ഇനിയിപ്പോൾ ഈ വഴി കിട്ടിയെന്ന് കരുതിയിട്ട് അച്ഛൻ ഈ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വേറെ വഴി കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കണം. അതാണ് മനുഷ്യർ. എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളും മറ്റുമൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അസറ്റ് പ്ലസിലും ഏഞ്ചൽ ഫണ്ടിലും അക്കൗണ്ട് എടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തവർ എന്നെ വാട്സപ്പ് നമ്പറിലൊന്ന് അറിയിക്കുക കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.